നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. മഴ പെയ്ത് മരത്തിൻ്റെ വേരുകൊണ്ടാണ് ഇത് ഇടിഞ്ഞു വീണത്. ഹോസ്പിറ്റൽ കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു. അവർ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് അങ്ങ് പോകും. 3-4 ഇടയ്ക്ക് ഇതിൽ നിന്ന് മഹാഗണി അതിൽ നിന്നൊരു കൊമ്പ് ഒടിഞ്ഞിരുന്നപ്പം ഇവിടെ വാർഡ് മെമ്പറാണ് അതിൻ്റെ 5-6 ചില്ല വെട്ടി തന്നു. വീടിൻ്റെ ഷീറ്റിൻ്റെ പുറത്തൂടെ വന്ന് വീഴുന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ അടുക്കള പോലും ശരിയാക്കുന്നത്. മരത്തിൻ്റെ ഇത് വീണുകൊണ്ടാണ്. അങ്ങനെ ഇനി ഈ മരങ്ങൾ മുറിച്ച് മാറ്റിയാലേ ഈ മണ്ണ് ഇങ്ങനെ ഇടിച്ചില്ല. ഇപ്പം നമ്മൾ ബന്ധുവീട്ടിലോട്ട് മാറിയാലേ പറ്റുള്ളൂ. അന്നേരം വീടിന് ഭീഷണി. ആ എൻഡും ഈ എൻഡും എല്ലാം പോയി നിൽക്കുകയാണ്. 2 അടുക്കള പോയിട്ടുണ്ട്. വിളപ്പിൽശാല ആശുപത്രിക്ക് സമീപം കൂറ്റൻ മതിൽ സമീപ വീടുകളുടെ മുകളിലേക്ക് വീണ് അപകടം. ആർക്കും പരിക്കില്ല. 200 മീറ്ററിലധികം 20 അടിയോളം പൊക്കവുമുള്ള മതിലിന്റെ ഒരു ഭാഗമാണ് താഴേക്ക് പതിച്ചത്. ബാക്കിയുള്ള ഭാഗം ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ആശുപത്രി കോമ്പൗണ്ടിലെ 6 കൂറ്റൻ മരങ്ങളുടെ വേരിറങ്ങിയാണ് മഴയിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യവശാലാണ് ഈ സമയത്ത് ആരുടെയും പുറത്തേക്ക് മതിൽ വീഴാതിരുന്നത്. സാധാരണഗതിയിൽ ഈ സമയം വീടിൻ്റെ മതിൽ ഇടിഞ്ഞു വീണ ഭാഗത്ത് ആളുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിരുന്നു. രാവിലെ 7:30 അപകടം. പാലിയോട് കിഴക്കങ്കര പുത്തൻവീട് വിളപ്പിശാല രാജീവ്, അമ്മ സുമതിയും വീട്ടിലുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ഷാജി വീട്ടിൽ കിടക്കുന്ന സമയം കൂടിയാണ് അപകടം സംഭവിച്ചത്. 2 വീടിൻ്റെയും അടുക്കള ഭാഗം പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ 2 വീടുകളിലും അടുക്കളയിൽ ആരും കയറിയിരുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടത്. ഇടയ്ക്കാണ് നമ്മൾ ഇത് സംഭവം അറിഞ്ഞത്. പിന്നെ മരത്തിൻ്റെ വേര് വർഷങ്ങൾ തോറും നിൽക്കുകയില്ലേ, വർഷങ്ങൾ തോറും വേര് ഇറങ്ങി മരത്തിൻ്റെ അടിയിൽ വന്ന് വേര് തള്ളിയതാണ്. മതിൽ മറിഞ്ഞു പോയത്. എത്ര മരങ്ങളുണ്ട്? മരങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? 6 മരങ്ങൾ വീടിന്റെ ബാക്ക് സൈഡിൽ, മതിലിന്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്ത്. എത്ര മരങ്ങളുണ്ട്? 6 മരങ്ങൾ. എവിടെയാണ് സ്ഥലം? എത്ര വീടിനെ ഇത് ബാധിക്കും? ഇപ്പോൾ 2 വീട്. ആരുടെയൊക്കെ വീടാണ്? ഷാജി, സുമതി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാര്യം ഇതിപ്പോ കുറെ ഇടിഞ്ഞു പോയി അല്ലേ? ഇനി ഇത് ഭാവിയിൽ ഇടിയാൻ സാധ്യത ഉണ്ടോ? ഭാവിയിൽ ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ ചെയ്ത് തരണമെന്നാണ്. മണ്ടേ കൂടെ വീഴും. വീടിന് ഇത് സേഫ്റ്റി അല്ല. അതിനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്ത് തരണമെന്നാണ് പറയുന്നത്. ഇത് വിളപ്പിശാല. തൊട്ട് നമ്മുടെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ CHC ആണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ശ്രദ്ധയപ്പെട്ടുകൊണ്ട് പല തവണ HMC മീറ്റിങ്ങിൽ ആവർത്തിച്ച് ബ്ലോക്ക് അധികാരികളോടും ബന്ധപ്പെട്ട ജീവനക്കാരോടും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് HMCയിൽ വ്യക്തമായ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമപരമായി ഇത് മുറിച്ചു മാറ്റുന്നതിന് മഹാഗണി അടക്കമുള്ള വില വരുന്ന വൃക്ഷങ്ങളാണുള്ളത്. അപ്പോൾ അത് മുറിച്ചു മാറ്റുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ, നടപടിക്രമങ്ങൾ ധാരാളം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് ചെയ്ത് ഫോറസ്റ്റിന് അയച്ചപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഫോറസ്റ്റിന് കൊടുത്തു. ഫോറസ്റ്റുകാർ വന്ന് സ്ഥലം ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ ഇത് മുറിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടല്ലോ. ഒരുപക്ഷെ വീടിനകത്ത് ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ അവരപ്പോഴും പുറത്തു പോയതാണ്. ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന രീതിയിൽ ആയി മാറുമായിരുന്നു. ഇതൊരു വലിയ ഭീഷണിയാണ്. അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ, പിന്നെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ബന്ധപ്പെട്ട് ഫോറസ്റ്റ് മറ്റ് ഏജൻസികളെ അറിയിച്ചുകൊണ്ട് അടിയന്തരമായി ഇത് മുറിച്ചു മാറ്റുന്നുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എന്ത് നടപടിയാണ് എടുക്കുന്നത് ആ നടപടി സ്വീകരിച്ചുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണുന്നതിനുള്ള നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം ഇവിടുത്തെ വാർഡ് അംഗം എന്നുള്ള രീതിയിൽ ഞാനും ഉണ്ടാവും.